ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ്. പെരി പെരി അൽഫാമാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ റീൽസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അൽഫാം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ താഴെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓണിയനും ടൊമാറ്റോയൊക്കെ അരിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു, തണുപ്പൊക്കെ തുടങ്ങി, ചെറിയ മൂക്കടപ്പൊക്കെ ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് പനങ്കൽക്കണ്ടം, തുളസി ഇല, പനിക്കൂർക്കയുടെ ഇല, ചുക്ക്, കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച്, ഇപ്പം ജലദോഷമായിട്ടൊക്കെ ഉണ്ട്, നല്ല കഫമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയും കുറച്ച് ഉള്ളിയൊക്കെ കൂടി ഇതിൻ്റെ കൂടെ മുറിച്ചിട്ടിട്ട് തിളപ്പിച്ച് കുടിച്ചാലും നല്ലതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ആ വെള്ളമൊക്കെ കുടിച്ചു. ഇനി മസാല തയ്യാറാക്കുവാണ്. മല്ലി, ചെറുജീരകം, പെരുംജീരകം, കുരുമുളക്, ഉണക്കമുളക്, നമ്മുടെ ഗ്രാമ്പൂ, കറുവാപ്പട്ട, ബേ ലീഫ്, ഏലക്ക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പം മക്കളും ആണ് എൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് കൂടെ ഉള്ളത്. ഇനി ഈ പൊടിച്ചെടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് വേണം നമുക്ക് ക്യാപ്സിക്കം, ടൊമാറ്റോ, ഒനിയൻ, മല്ലിയില, പുതിനയില, 2 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കണേ. ഇനി ഈ ചിക്കൻ വെള്ളമൊന്നും ഇല്ലാതെ നല്ലപോലെ ആ വെള്ളമൊക്കെ ഒപ്പിക്കളഞ്ഞിട്ട് വേണം നല്ലപോലെ ഇടിച്ചിട്ട് വേണം വരഞ്ഞ് അതിൽ ഈ മസാലയെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ സൈഡൊക്കെയാണ് ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി വെക്കുന്നതൊക്കെ വീഡിയോ റീൽസിലൊക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. തൈരും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ചിക്കൻ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജ് വെക്കാനായിട്ട്. നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തൈര് ചേർക്കാൻ മറന്നുപോയി. പിന്നെ വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് തൈരൊക്കെ ചേർത്ത് വീണ്ടും ഫ്രിഡ്ജ് വെച്ചു. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് ചിക്കൻ എടുത്ത് വെച്ചു. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചും വെച്ച് വേവിച്ചെടുത്തു. അതൊരു ഏകദേശം കുക്കായ സമയത്ത് ഇതിനുള്ള സോസ് റെഡിയാക്കണം. ടൊമാറ്റോ കെച്ചപ്പ്, അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ചില്ലി ഫ്ലേക്സ്, പെപ്പർ, കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്തൊന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് അതൊരു ബ്രഷ് കൊണ്ടിട്ട് ഇതുപോലെ ചിക്കൻ്റെ 2 സൈഡിലും തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എണ്ണയൊക്കെ അങ്ങ് വലിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലുക്കേ മാറും. കാണാനും നല്ല ഭംഗിയുണ്ട്, കുറച്ചുകൂടി നല്ല ടേസ്റ്റും തോന്നും. ഇനിയിപ്പം മയോണൈസും കൂടെ കൂട്ടി കഴിക്കാം. മയോണൈസ് പച്ചമുട്ടയും വിനിഗറും നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് അടിച്ചെടുത്ത മയോണൈസാണ്. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞു. മക്കൾ പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും സൂപ്പറായിട്ടുണ്ട് അമ്മ എന്നൊക്കെ മക്കൾ പറഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.